നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാവകള എന്റെ എല്ലാവരോട് കണ്ണു ചെയ്യുന്ന വിഷയരാജാവേ നിനക്ക് സ്തുതി പാലിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസുഖത്തിലേക്ക് അനുഭവമാകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയക്ക് തരണമേ. ഞങ്ങൾക്കാരോടും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആഘോഷത്തിൽ ഞങ്ങളെ രക്ഷമാണ്. ഞങ്ങളുടെ രാജ്യശക്തി നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്റെ കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാണ്. നിന്റെ വലിയ ഫലമായ നമ്മുടെ കർത്താവ് ശിംശയ വാഴ്ത്തപ്പെട്ടവനും ശുദ്ധങ്ങളുടെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സംഗതിയും അന്വേഷിച്ചോളണമേ. ആമേൻ. ദൈവമായ കർത്താവ്, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നിനക്ക് സ്തോത്രം. കർത്താവെ, അവിടുത്തെ ഏകജാതനായ പുത്രന്റെ തിരുബലി അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാൻ തിരുശരീര രക്തങ്ങളിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. ദൈവം നമ്പുരാനെ, ഞങ്ങളുടെ ഈ ആഴ്ച അനുഗ്രഹത്തിൻ്റെതായ തീരണമേ. കർത്താവെ, ദൈവവചന പഠിതാക്കളായ ഓരോരുത്തരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അവിടുത്തെ ദൈവവചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ വയലുകളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബോധങ്ങളെയും വിചാരങ്ങളെയും പ്രകാശിപ്പിക്കുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ബുക്ക് ഷെയർ ചെയ്യണോ അതോ എങ്ങനെയാ? എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ടോ? ലിങ്ക് അയച്ചിട്ടുണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാനൊരു പഴയ നിയമത്തെ കുറിച്ചൊരു ആമുഖമാണ് പറഞ്ഞിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം, സമയക്കുറവ് മൂലം. എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചായിരുന്നു. ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നേരെ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും പേഴ്സണൽ സംശയം ചോദിച്ചത് എല്ലാവർക്കും കൂടെ കേൾക്കാൻ പറ്റിയതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്ലാരിഫിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കാരണം 3 രീതിയിലാണ് പഴയ നിയമത്തെ നമ്മൾ തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആ 3 രീതി തിരിക്കുന്നതിന്റെ കാരണവും പറഞ്ഞിരുന്നു. അതായത് ഒറൈത്ത എന്നും, അല്ലെങ്കിൽ തോറ എന്നും, നബീം എന്നും, കെത്തുബീം എന്നും പറഞ്ഞ 3 രീതിയിൽ തിരിക്കുന്നതായിട്ട് പറഞ്ഞു. അതിന്റെ പേരുകളുടെ ഉച്ചാരണവും അതുപോലെ തന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ തിരിക്കുന്നു എന്നുള്ളതുമായിരുന്നു ചോദ്യം. അപ്പൊ അത് ഞാൻ ക്ലാസ്സിൽ തന്നെ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. പിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു ക്വസ്റ്റ്യൻ. വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. 2 ചാപ്റ്റർ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ബുക്ക് സ്വന്തമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ PDF എങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഓൾറെഡി അത് വായിച്ച് നോക്കിക്കാണുമായിരിക്കാം. അതായത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് ഷെയർ ചെയ്തിരുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ അച്ഛന്മാരൊക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് വൈ ഷുഡ് ബി ലേൺ ദി ഓൾഡ് ടെസ്റ്റമെന്റ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം എന്ന് പൂർണ്ണമായും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ഉത്തരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും എന്തുകൊണ്ട് പഴയ നിയമം പഠിക്കേണ്ടതിന്റെ, അല്ലെങ്കിൽ പഴയ നിയമം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് ഇവിടെ 1-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ ഒരു ഏകദേശ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ള അവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതായത് യഹോവ എന്ന പേര് നൽകി പഴയ നിയമത്തിലെ ആളുകൾ, എഴുത്തുകാരെല്ലാവരും അവതരിപ്പിച്ചിരുന്ന സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ സൃഷ്ടാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന പുസ്തകമാണ് പഴയ നിയമം. ഓരോ സമയത്തും സൃഷ്ടാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ജനം, ഇസ്രായേൽ ജനത ദൈവവുമായുള്ള ബന്ധം എപ്രകാരമൊക്കെ കാത്തു സൂക്ഷിക്കണമെന്നും, അതുപോലെ തന്നെ ആ ബന്ധത്തിൽ എപ്പോഴൊക്കെയെങ്കിലും ചെറിയ ചെറിയ വിള്ളലുകൾ അവരുടെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ ദൈവം തമ്പുരാൻ
എഴുന്നേൽപ്പിക്കുന്നതും ഒക്കെയാണ് പഴയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ഒരു ചെറിയ ഒരു ടൈം ലൈൻ പോലെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പഴയ നിയമ ചരിത്രത്തെക്കുറിച്ചും നമ്മളൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പഴയ നിയമം എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ്. അതായത് അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, പ്രവചനം പൂർത്തീകരണം എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ കാണാം. അതായത് പഴയ നിയമത്തിൽ ഉള്ള പ്രവചനങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് റൈറ്റേഴ്സ്, പഴയ നിയമത്തിന്റെ എഴുത്തുകാരെല്ലാവരും യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ സംഭവങ്ങളെല്ലാം യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളും അല്ലെങ്കിൽ മുൻ നിഴലുകളുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഷെയ്ഡ് എന്നോ അല്ലെങ്കിൽ ടൈപ്സ് എന്നൊക്കെ പറയാം. നമ്മൾ യേശുക്രിസ്തു തന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കേണ്ടതാകുന്നു. അതുപോലെ യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും ഇതിന് നിങ്ങൾക്ക് തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഖബറിലെ വാസത്തെക്കുറിച്ചൊരു അടിസ്ഥാനം തരുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും, അതായത് യേശുക്രിസ്തു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഈ വേദപുസ്തകം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം യേശുക്രിസ്തുവിനെ ഒരു ദൈവപുരുഷനായി കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും പുതിയ നിയമം പോലെ യേശുക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് പുതിയ നിയമത്തിന്റെ ആവശ്യകതയല്ലേ ഉള്ളൂ. പഴയ നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ എല്ലാ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാ പഠിപ്പിക്കലുകളും യേശുക്രിസ്തു നടത്തിയിട്ടില്ലേ, പിന്നെ എന്തുകൊണ്ട് നമ്മൾ പഴയ നിയമം ഉപയോഗിക്കണമെന്ന് ആൾക്കാർ ചോദിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നത് എന്നൊരു ഭാഗം പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാത്രമാണ് സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ, യഹോവ എന്ന പേരിൽ പഴയ നിയമത്തിലെ ആളുകൾ വിളിച്ചിരുന്ന സൃഷ്ടാവായ ദൈവം തമ്പുരാന്റെ രക്ഷാകര പദ്ധതിയെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് 2 പുസ്തകങ്ങളും കൂടി ഒരുമിച്ച് വായിച്ചെങ്കിൽ ഈ ദൈവം തമ്പുരാന്റെ രക്ഷാകര പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്ന് പേരിട്ട് വിളിക്കുന്ന എന്നൊരു ഭാഗം പറയുന്നത്, യഹോവ എന്ന പേരിട്ട് വിളിക്കുന്ന എന്ന് ഞാൻ പറയുന്നുണ്ട്. യഹോവ എന്നുള്ള പേര് പഴയ നിയമത്തിൽ ആരും ഉപയോഗിക്കാറില്ലായിരുന്നു. അതിന്റെ കാരണവും ഞാൻ പറയാം. നമ്മളുടെ 10 കൽപ്പനകൾ പറയുമ്പോൾ അതിനകത്തിലൊരു ഭാഗം ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ എടുക്കരുത് എന്നൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പന അവര് ലിറ്ററലായിട്ട് വ്യാഖ്യാനിച്ചതിന് ശേഷം യഹോവ എന്ന പേര് ഉപയോഗിക്കരുത് എന്നൊരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടാവുകയും അതിന് പകരം പഴയ നിയമത്തിലെ എഴുത്തുകാരൊക്കെ അഡോണായി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് പഴയ നിയമത്തിൽ യഹോവ എന്ന് പേരിട്ട് വിളിക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതിന്റെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. ദൈവം ആരാണ് എന്ന്, ഈ ആരാണ് എന്ന് മോശ ചോദിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കുന്നില്ല. ഈ ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്, അയാം അല്ലെങ്കിൽ അയാം ഹു അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മാത്രം പറഞ്ഞ് മനസ്സിലാക്കി വിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യഹോവ എന്ന് പേരിട്ട് വിളിക്കുന്ന സൃഷ്ടാവ് എന്ന് പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ് എന്നാ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പഴയ നിയമം പുതിയ നിയമം ഉൾപ്പെടുന്ന ഈ വേദപുസ്തകത്തിന്റെ പുസ്തകങ്ങളുടെ യഥാർത്ഥമായ ഉദ്ദേശം യേശുക്രിസ്തു ആരാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന മശിഹായിലേക്ക്, യേശുക്രിസ്തു എന്ന മശിഹായുടെ രക്ഷാ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ നടത്തിക്കൊണ്ടിരുന്നതും അതുപോലെ തന്നെ ആ പ്രവചനം പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. അതിനൊരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നാണോ? Can he get a sealed box rather? മ്യൂട്ട് ചെയ്യണേ, ആവശ്യമില്ലാത്തവരൊക്കെ. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് പഴയ നിയമത്തിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എഴുതപ്പെട്ട പ്രവചനം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള പഴയ നിയമത്തിന്റെ പൂർത്തീകരണം മാത്രമല്ല, എഴുതപ്പെടാത്തതും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുമായ പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളും യേശുക്രിസ്തു തന്റെ ഹോസ്റ്റ് ആരാണെന്ന് അതൊന്ന് ശ്രദ്ധിക്കണേ.
അവർക്ക് ചിലപ്പോ അവര് അൺമ്യൂട്ടാണെന്നുള്ള കാര്യം അറിയാതെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഴയ നിയമം എന്ന പേരിൽ നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളിൽ ഇല്ലാത്ത പ്രവചനങ്ങൾ പോലും പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ നിവർത്തിച്ചു എന്നുള്ളതിന് ഉദാഹരണവും കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ ഭാഗം പഴയ നിയമം എന്നതും പുതിയ നിയമം എന്നതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെയോ അല്ലെങ്കിൽ ഹാഷ ആഴ്ചയുടെയോ ഒക്കെ പ്രൊമിയൻ സിതറ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്തിൽ കൂടുതലും പറയുന്നതെല്ലാം ഇതൊക്കെ എപ്രകാരം പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരുന്നു, അതൊക്കെ എപ്രകാരം പുതിയ നിയമത്തിൽ നിവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതെല്ലാം, യേശു തമ്പുരാൻ ചെയ്തതെല്ലാം പഴയ നിയമത്തിലാണ്. നമുക്കറിയാം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കുരിശിലെ അവസാനത്തെ മൊഴി പോലും എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുമ്പുള്ള പരസ്യ ജീവിതം അവസാനിക്കുന്നത്. അപ്പൊ അതായത് പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അവന്റെ അസ്ഥികൾ ഒടിക്കുകയില്ല എന്ന് വരെ പറഞ്ഞ കാര്യങ്ങൾ അപ്രകാരം തന്നെ എല്ലാം നിവർത്തിക്കുവാനാണ് യേശു ക്രിസ്തു വന്നത് എന്നുള്ളതാണ് പഴയ നിയമവും പുതിയ നിയമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്നതും ഈ ന്യായപ്രമാണം തന്നെയാണ്. യേശു ക്രിസ്തു ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുത്തിരുന്ന ഗ്രന്ഥവും പഴയ നിയമ തിരുവെഴുത്തുകളാണ്. അന്നത്തെ ആളുകളെല്ലാവരും ഈ തിരുവെഴുത്തുകൾ പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാനോ ഒക്കെ ആഗ്രഹമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഈ ശാസ്ത്രിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ അന്ന് ഉടലെടുത്തതിന്റെ കാരണവും അത് തന്നെയാണ്. തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് അന്ന് നമുക്കറിയാമായിരിക്കും, ഈ പ്രിന്റിംഗ് ടെക്നോളജിയോ അല്ലെങ്കിൽ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു ആശയം പോലും ഉണ്ടാകാതിരുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. ചുരുളുകളിലാണ് ഈ തിരുവെഴുത്തുകളൊക്കെ കാണപ്പെട്ടുകൊണ്ടിരുന്നത്. അത് അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു, തിരുവെഴുത്തുകളുടെ അവൈലബിലിറ്റി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തിരുവെഴുത്തുകൾ മറ്റുള്ളവരിലേക്ക് എത്താൻ കേട്ടോ ഉണ്ടായിരുന്ന ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അത് പകർത്തി എഴുതുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് അങ്ങനെ പകർത്തി എഴുതാനുള്ള ഒരു ചുമതലയാണ് ശാസ്ത്രിമാർക്ക് ഉണ്ടായിരുന്നതെന്നും എനിക്ക് തോന്നുന്നു, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് ശിമയോന്റെ കഥയൊക്കെ നമുക്കറിയാമായിരിക്കും. കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കുന്ന പ്രവചന അത് പകർത്തി എഴുതുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങളും അതിന് പിന്നീട് അതിന്റെ പൂർത്തീകരണവും ഒക്കെ പുതിയ നിയമത്തിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണുന്നുണ്ട്. പക്ഷെ അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ പഴയ നിയമ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ പോലും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് അവരുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ അടിസ്ഥാനമായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് പരിഭാഷകൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ വെറുതെ ഒരു സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ നമുക്കറിയാം. ജനസിസ്, എക്സോഡസ് എന്നൊക്കെ, എക്ലീസിയാസ്റ്റസ് ഒക്കെ പറഞ്ഞുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പലതും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇംഗ്ലീഷ് വാക്കുകളൊന്നും അല്ല. അത് കൂടുതലും വന്നിരിക്കുന്ന അന്നത്തെ ആദിമ നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട വേദപുസ്തക പരിഭാഷകൾ സെപ്റ്റുവജിന്റും വൾഗേറ്റുമാണ്. സെപ്റ്റുവജിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്ക് പരിഭാഷയാണ്. 70 പിതാക്കന്മാർ ചേർന്ന് എഴുതിയ ഒരു വേർഷൻ, ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് അതിന് ഗ്രീക്ക് പരിഭാഷയ്ക്ക് സെപ്റ്റുവജിന്റ് എന്നും ലാറ്റിൻ പരിഭാഷയ്ക്ക് വൾഗേറ്റ് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വൾഗേറ്റിൽ നിന്നാണ് ആദ്യത്തെ പുസ്തകങ്ങൾക്കൊക്കെ പേര് കിട്ടിയെന്നുള്ള സാന്ദർഭികത്തെ വശാൽ ഞാനങ്ങ് പറയുകയാണ്. അപ്പോ പഴയ നിയമവുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 2 ഭാഗവും ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഒന്ന് പഴയ നിയമത്തിലെ പ്രവചനവും പുതിയ നിയമത്തിലെ അതിന്റെ പൂർത്തീകരണവും, അതിന്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ കർത്താവിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേദഗ്രന്ഥം പഴയ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം, തിരുവെഴുത്തുകൾ ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. അതായത് പഴയ നിയമവും പുതിയ തമ്മിലുള്ള താരതമ്യ പഠനം ദൈവശാസ്ത്രവും ധാർമ്മികവുമായ ആശയങ്ങൾ കാലക്രമേണ എങ്ങനെ രൂപം പ്രാപിച്ചു എന്ന് ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്നു. അതായത് ആദാം മുതലുള്ള കാലഘട്ടങ്ങൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെ കുറിച്ച് സൂചിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ
ആ ക്യാരക്ടർ ഓരോ കാലഘട്ടത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾക്കൊക്കെയും എല്ലാത്തിനും പഴയ നിയമത്തിൽ ഒരു മോഡൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതുപോലെയുള്ള ഒരു താരതമ്യം നമുക്ക് എവിടെ നോക്കിയാലും കാണാം. അതിപ്പോ ആദാമിന്റെ കാര്യത്തിലാണെങ്കിലും ഹാബീലിന്റെ കാര്യത്തിലാണെങ്കിലും മലയുടെ മുകളിലേക്ക് വിറക് ചുമന്നുകൊണ്ട് തന്നെ ബലി കഴിക്കാനുള്ള വിറക് ചുമന്നുകൊണ്ട് പോയ ഇസഹാക്കിന്റെ കാര്യം, അങ്ങനെ യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസനെ അവതരിപ്പിക്കുന്ന യെശയ്യാവും ഒക്കെ യേശുക്രിസ്തുവിനെ തന്നെ അവതരിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു മുൻകുറിയായിട്ട് തന്നെയാണ് ഇവരെല്ലാവരും കടന്നു വരുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും പുതിയ നിയമത്തിലും ഏകദേശം അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണമായിട്ട് തന്നെ വരുന്ന രീതിയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ യേശു തമ്പുരാൻ പറഞ്ഞത്, ഞാൻ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നത് എങ്കിലും 10 കൽപ്പനകൾ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ട് പെട്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ടും പിന്നെ 10 കൽപ്പനകൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് 10 കൽപ്പന എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും 10 കൽപ്പന മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ കാലഘട്ടമായപ്പോഴത്തേക്കിനും ഈ 10 കൽപ്പനകൾ അന്നത്തെ പുരോഹിത വർഗം അതിനെ ഒരുപാട് വ്യാഖ്യാനിക്കുകയും അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് സാധാരണക്കാരായ ആൾക്കാരെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഈ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല, നിയമം മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയെന്ന് കർത്താവ് പലപ്പോഴും പറഞ്ഞതിന്റെ കാരണം അതാണ്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ, ഈ 10 കൽപ്പനകളെ ഒരു 500-ലധികം നിയമങ്ങൾ ഇന്നത്തെ പുരോഹിത വർഗം അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതിലൊരു നിയമമാണ് യെരൂശലേം ദേവാലയത്തിൽ കയറണമെങ്കിൽ വലിയ കറൻസി എന്ന് പറഞ്ഞാൽ മൂല്യം കൂടിയ കറൻസി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമമുണ്ട്. നമ്മുടെ കയ്യിൽ കോയിൻസ് ഉണ്ടെങ്കിൽ കോയിൻസ് കൊണ്ട് കൊടുത്തിട്ട് വലിയ കറൻസി മേടിച്ച് അതിനകത്തിൽ കൊണ്ടിടണം, ഭണ്ഡാരത്തിൽ ഇടുമ്പോൾ വലിയ കറൻസി ഇടാവൂ എന്നൊരു നിയമമൊക്കെ അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേൾക്കാം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ ഈ നാണയ മാറ്റക്കാരെയൊക്കെ തള്ളിക്കളയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഇത് അവരവരുടെ അധ്വാനത്തിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ആ ഒരു ഓഫർട്ടോറി സമർപ്പിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഒരു നിർബന്ധം ഒരിക്കലും വെക്കാൻ പാടില്ല എന്ന് ഒരു മെസ്സേജും കൂടി കർത്താവ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ചില കാര്യങ്ങളിലുള്ള സാമ്യം, പഴയ നിയമത്തിലെ 10 കൽപ്പനകളെ മനസ്സിലാക്കാൻ തക്കവണ്ണം യേശു തമ്പുരാൻ പറയുന്നുണ്ട്, 2 കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പുതിയ നിയമത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ പഴയ നിയമത്തിലെ 10 കൽപ്പനകളുടെ ആദ്യത്തെ പകുതി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ അവിടെ കാണുന്നു. അപ്പൊ അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ 5 കൽപ്പനകൾ പാലിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുപോലെ തന്നെ അവസാനത്തെ 5 കൽപ്പനകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട കൽപ്പനകളാണ്, മനുഷ്യർ തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട കൽപ്പനകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം അയൽക്കാരനെ സ്നേഹിച്ചാൽ, അതായത് സഹോദരനെ സ്നേഹിച്ചാൽ സ്വാഭാവികമായിട്ടും അടുത്ത 5 കൽപ്പനകൾ പാലിക്കാനും പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു താരതമ്യം നമുക്ക് അവിടെയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 4-മത്തെ ഒരു ആശയത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിലെ പശ്ചാത്തലം പുതിയ നിയമ ആശയങ്ങൾക്ക് പ്രകാശം നൽകുന്നു എന്നുള്ളതാണ് അടുത്തത്. അതായത് പഴയ നിയമത്തിൽ പല കാര്യങ്ങളും, പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പല ഡോഗ്മാറ്റിക് ആയിട്ടുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള പല ആശയങ്ങളും പുതിയ നിയമത്തിൽ തന്നെ അതിനെ കുറച്ചും കൂടി ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മെഷിഹ, പഴയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, മെസ്സിയാനിക് ഹോപ്പ്, മെഷിഹ എന്ന് പറയുന്ന ഒരു ആശയം. അതുപോലെ തന്നെ ശിക്ഷ, പണിഷ്മെന്റ്, രക്ഷ, നീതീകരണം, യാഗങ്ങളുടെ പ്രാധാന്യം, മനുഷ്യപുത്രൻ, ദൈവരാജ്യം, നിത്യജീവൻ, മരിച്ചവരുടെ പുനരുത്ഥാനം, ഇങ്ങനെയുള്ള പല ആശയങ്ങളും നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് നമ്മുടെ സഭ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകൾ പലതും വളരെയധികം പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ല. പക്ഷെ ഈ പല കാര്യങ്ങളും സ്ഥാപിക്കണമെങ്കിൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ മാത്രം സഹായത്തോടു കൂടി നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പഴയ നിയമം കൂടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം
നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ തിരുശേഷിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെയുള്ള ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ പഴയ നിയമത്തിൽ നിന്നാണ് ജോസഫിന്റെ അസ്ഥികളെ നിങ്ങൾ ഇവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ എന്റെ അസ്ഥികൾ കൂടി കൊണ്ടുപോകണമെന്ന് ജോസഫ് സഹോദരങ്ങളോടും പുതിയ അടുത്ത തലമുറയോടും ഒക്കെ പറഞ്ഞപ്പോൾ അവർ അതുപോലെ തന്നെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കുമ്പോൾ പോസ്റ്റ് കമ്മ്യൂണിയൻ സമയം നമ്മൾ പാടുന്നുണ്ട്, പാതകനാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേറൊരാൾക്ക് വേണ്ടി മോശ ഒരു മൃഗബലി നടത്തി അവർക്ക് നിത്യജീവൻ നൽകിയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ നടത്തുന്ന വിശുദ്ധ കുർബാന നമ്മൾക്കല്ല മറ്റു പലർക്കും അത് പ്രയോജനകരമായി ഭവിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളുടെ രാത്രി നമസ്കാരത്തിന്റെ കൗമാര്യം പറയുന്നുണ്ട്, ഈ ത്രോണോസ് വിധിയിൽ വരയ്ക്കുന്ന ഓരോ പേരുകളും പഴയ നിയമത്തിൽ പണ്ട് മോശ ചെയ്തതുപോലെയുള്ള ഇതാണ്. മരിച്ചവരെ ഓർത്തുകൊണ്ടുള്ള കുരിശു വരയ്ക്കുന്ന ഭാഗം വരുന്ന സമയത്ത് പറയുന്നുണ്ട്, കാൺമാൻ കല്ലുകളിൽ മൂശ കൊത്തിയത് ഓർക്കുമ്പോൾ നിങ്ങൾ തൻ മൃതർ പേരുകളെ ഓർക്കാനും പള്ളിയിലൂടെ എഴുതാനും മേൽ സ്വർഗത്തിൽ അശിഹാ തൻ വരവിൽ തന്നോട് അവർ മോദിപ്പാനും ചേർപ്പിൻ പ്രസ്തായിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതായത് രാത്രി നമസ്കാരത്തില് മരിച്ചവരെ ഓർക്കുന്ന ഭാഗത്ത് പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആശയങ്ങൾ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും നമ്മുടെ ഈ ആധുനിക കാലത്ത് നമ്മളുടെ ലിറ്റർജിയിൽ പോലും പഴയ നിയമവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ചില ആശയം, ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ട്രിൻസ്, സഭ ഒരു അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും ഒക്കെയുള്ള പല ആശയങ്ങളെ കുറിച്ചും പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അഞ്ചാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. പഴയ നിയമ ചോദ്യങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് പുതിയ നിയമത്തിലാണ്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം, ഇതിനകത്ത് ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ടെങ്കിലും ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ദൈവം തമ്പുരാൻ മോശയോട് പറയുന്ന ഒരു തരം ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ അവിടെ തന്നെ സ്വാഭാവികമായിട്ടും മോശയുടെ മനസ്സിലുണ്ടായ ചോദ്യങ്ങളും അതിന്റെ ഉത്തരം നൂറ്റാണ്ടുകൾക്കിപ്പുറം യേശു തമ്പുരാൻ കൊടുത്തതും നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം ഈ ഞാനാകുന്നു എന്ന ഭാഗം യേശു തമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നീതിമാനായ ദൈവം ലോകത്തിൽ തിന്മ വിജയിക്കുവാൻ അനുവദിക്കുന്നതെന്ത്, യാതൊരു കുറ്റവും ചെയ്യാത്തവൻ കഷ്ടപ്പെടുന്നതെന്ത്, നന്മ ചെയ്ത് നീതി പ്രവർത്തിച്ച് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവൻ അക്രമത്തിന്റെയും അനീതിയുടെയും ബലിയാടാകുന്നതെന്ത്, ഇതുപോലെയുള്ള അനേക ചോദ്യങ്ങൾ ഉത്തരം ലഭിക്കാതെ അവശേഷിക്കുന്നതായി പഴയ നിയമത്തിൽ കാണാം. പക്ഷെ എന്നാൽ അതിന്റെ എല്ലാം പൂർത്തീകരണവും ഉത്തരവും പുതിയ നിയമത്തിലാണ്. എല്ലാ പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും സഹനത്തിനുമൊക്കെയും ഒരു അന്തിമ വിജയമുണ്ട് എന്നും ദ ഗ്ലോറി ആഫ്റ്റർ സഫറിങ് അല്ലെങ്കിൽ ഗ്ലോറി ത്രൂ സഫറിങ് എന്ന് പറഞ്ഞ ഒരു ആശയമൊക്കെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് പഴയ നിയമത്തിലും അത് നിഴലായിട്ട് കിടപ്പുണ്ട്. കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യോബിന്റെയും നോഹയുടെയും മോശയുടെയും അതുപോലെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുകളും പിന്നീട് അവർക്ക് വന്ന് ജോസഫിന്റെയും ഒക്കെ കഥകൾ നമ്മൾ പിന്നെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെ അവശേഷിപ്പിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം പുതിയ നിയമത്തിലാണ് കാണുന്നത്. അതുപോലെ തന്നെ പഴയ നിയമവും പഴയ നിയമ കാലഘട്ടത്തിലുള്ള ചരിത്രവും തമ്മിൽ ഒരു വലിയ ബന്ധവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, അത് ഒരു ഓൾമോസ്റ്റ് യൂസേബിയസിന്റെയും ജോസീഫസിന്റെയും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പുതിയ നിയമത്തിലെ പല സംഭവങ്ങളെ കുറിച്ചും അവതരിപ്പിക്കുന്നുണ്ട്. പൊന്തിയോസ് പീലാത്തോസിന്റെ പേര് നമ്മുടെ നൈഷ്യൻ ക്രീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ചരിത്രവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കുറേനിയ സുറിയ നാട് വാഴുമ്പോൾ ആദ്യത്തെ ചാർത്തലുണ്ടായി എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ജോസീഫസിന്റെ സഭാചരിത്രത്തിൽ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ ഈ പറഞ്ഞ കുറേനിയസിന്റെ വാഴ്ചയുടെ കാലഘട്ടമൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാലഘട്ടത്തെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അബ്രഹാം മുതലായ ഗോത്രപിതാക്കന്മാരുടെയും ദാവീദ് മുതലായ രാജാക്കന്മാരുടെയും മോശ, ശമൂവേൽ, ഏലിയാവ്, യെശയ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെയും അഹറോൻ, മൽക്കീസദേക്ക് എന്നിവരുടെ പൗരോഹിത്യത്തിന്റെയും ആത്മീക പിന്തുടർച്ച
അവകാശപ്പെടുന്നവരും ആയിരുന്നു യേശുവിന്റെ 12 ശിഷ്യന്മാർ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിന്റെ 12 ശിഷ്യന്മാരും ചരിത്രപരമായ ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവരായിരുന്നു എന്നുള്ളൊരു ഒരു വലിയ ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ചരിത്രവും പഴയ നിയമ ചരിത്രവും പുതിയ നിയമ ചരിത്രവും തമ്മിലുള്ള ഒരു ബന്ധവും ഈ പഴയ നിയമ പഠനത്തിന് ഒരു കാരണമായിട്ട്, ഒരു അടിസ്ഥാനമായിട്ട് നമ്മളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7-ാമത്തെ ഒരു ഭാഗം സനാതന മൂല്യങ്ങളുടെ മഹത്വമാണ്. സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദി എവർ ലാസ്റ്റിംഗ് എന്നുള്ള അതിന്റെ അർത്ഥം, എല്ലാ കാലത്തും വിലയുള്ളവ എന്നാണ് അതിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ കാണും സനാതന മൂല്യങ്ങളുടെ മഹത്വമാണ് നിരാശയിൽ കഴിഞ്ഞിരുന്ന പലരെയും, യവനരെയും വിജാതിരെയും യഹൂദ വിശ്വാസത്തിലേക്കും വേദപഠനത്തിലേക്കും ആകർഷിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവസാനമായിട്ട് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ പുതിയത് മറഞ്ഞു കിടക്കുന്നു, പുതിയ നിയമത്തിൽ പഴയത് വ്യക്തമായി തീരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും തമ്മിൽ ഇങ്ങനെയുള്ള ഒരു പരസ്പര കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഉദാഹരണം കൂടെ നോക്കുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിയുന്ന സമയത്തുണ്ടായ ഭാഷയുടെ കലക്കവും, പിന്നീട് പുതിയ നിയമത്തിൽ അതിന്റെ ഉത്തരമായിട്ട് ഉണ്ടായ ഭാഷയുടെ ഏകീകരണവും ഒക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പഴയതിലെ പല സംഭവങ്ങളും നമ്മൾ ഒന്ന് വിശദീകരിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് പുതിയ നിയമത്തിൽ മറ്റൊരു ബന്ധമുള്ളതായിട്ട്, അല്ലെങ്കിൽ സമാനമായ ചില സംഭവങ്ങൾ നടക്കുന്നതായിട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നേരെ 2-ാമത്തെ ഭാഗത്തെ കടക്കുകയാണ്. എന്തുകൊണ്ട് പഴയ നിയമം പഠിക്കണം, അല്ലെങ്കിൽ പഴയ നിയമത്തെ എന്തുകൊണ്ട് നമ്മൾ കൂടുതലായി ഗൗരവമായി കാണണം എന്നുള്ളതിന്റെ ഒരു വിശദീകരണമായിരുന്നു 1-ാമത്തെ അധ്യായത്തിൽ ഉണ്ടായിരുന്നതിന്റെ പ്രധാനമായിട്ടുള്ള 7-8 സബ് പോയിന്റുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി പഴയ നിയമത്തിന്റെ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ഭാഗമാണ് പഴയ നിയമത്തിന്റെ വിഭജനവും ഉള്ളടക്കവും. പഴയ നിയമം എങ്ങനെ വിഭജിച്ചിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. അത് 3 ഭാഗമായിട്ട് വിഭജിച്ചിരിക്കുന്നു. തോറ എന്നും നബീം എന്നും കെത്തുബീം എന്നും. ശരിക്കും നബീം എന്നും കെത്തുബീം എന്നും ആണ് എഴുതുന്നതെങ്കിലും ഹീബ്രു ഭാഷയിൽ വോയിസ്ഡ് സൗണ്ട് എന്നും വോയിസ്ലെസ് സൗണ്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചില അക്ഷരങ്ങളുണ്ട്. ബാ ആണ് എഴുതുന്നെങ്കിൽ അത് വായിക്കുന്നത് വാ എന്നാണ്. അതായത് നബീം എന്നും കെത്തുബീം എന്നുമാണ് ഇത് ഹെബ്രായ ഭാഷയിൽ വായിക്കുന്നത്. നമ്മൾ നബീം എന്നും കെത്തുബീം എന്നും എഴുതിയാലും നിങ്ങളൊക്കെ ഇതിന്റെയൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എഴുതുമ്പോൾ നബീം കെത്തുബീം എന്ന് എഴുതിയാലും അതിൽ തെറ്റൊന്നുമില്ല. അതിന് 1-ാമത്തെ ഭാഗമാണ് തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം, മോശയുടെ 5 പുസ്തകങ്ങൾ, മോശയുടെ എന്ന് അറിയപ്പെടുന്ന 5 പുസ്തകങ്ങൾ. അതിന്റെ പേരാണ്, അതും നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചാണ്, ആരോടും ചോദിക്കുന്നില്ല. പഞ്ചഗ്രന്ഥങ്ങൾ, 5 പുസ്തകങ്ങളാണ് മോശയുടേതായിട്ട് അറിയപ്പെടുന്നത്. അതിന്റെ മലയാളത്തിലുള്ള പേരുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള പേരുകളും എബ്രായ പേരുകൾ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ബറേഷ്യത്ത്, വ ഏലെ ഷെമോത്ത്, വ ഇഖ്ര, മിദ്ബാർ, ഏലെ ദവാറീം, ഇത്രയും കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥവും മലയാളം പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജനസിസ്, എക്സോഡസ് എന്നുള്ള പേര് ഇംഗ്ലീഷിൽ കാണുന്നുണ്ട്. അതിന്റെ കാരണവും ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. പഴയ നിയമ കാനോൻ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന പരിഭാഷ എന്ന് പറയുന്നത് വൾഗേറ്റ് ആയിരുന്നു, ലാറ്റിൻ പരിഭാഷയായിരുന്നു. ലാറ്റിൻ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്ന പേരുകളാണ് ജനസിസ്, എക്സോഡസ് എന്ന് പറയുന്ന പേരുകൾ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഈ ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് സെപ്റ്റുവജിന്റുമായിട്ട് ചെറിയ ഒരു സ്വാധീനം ഉണ്ടെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ പേരുകളെല്ലാം ലാറ്റിനാണ്. ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് ജനസിസ് മുതലുള്ള പേരുണ്ടായി. അതിന്റെ ആ വാക്കുകളുടെ മലയാളം അർത്ഥമാണ് ഉൽപ്പത്തി, പുറപ്പാട് തുടങ്ങിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ശീർഷകങ്ങൾ, പുസ്തകങ്ങളുടെ പേരുകൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ വരാനുള്ള കാരണം എന്താണ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ പറയുന്നത് എബ്രായ പേരുകൾ വരാനുള്ള കാരണം ഓരോ പുസ്തകത്തിന് ആദ്യത്തെ വാക്യം, അതായത് 1-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ബാറ എലോഹിം ബെറേഷിത് ഹ എറസ് ഹ ഷമയീം എന്നാണ്. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് 1-ാമത്തെ. അതിൽ ബെറേഷിത് എന്ന് പറഞ്ഞാൽ ആദിയിൽ എന്ന വാക്കാണ്. അതിന്റെ ഓരോ
ഒന്നാമത്തെ അധ്യായത്തിന് ഒന്നാമത്തെ വാക്യത്തിൽ ഏതെങ്കിലും ഒരു വാക്കാണ് അവര് പുസ്തകത്തിന്റെ പേരായിട്ട് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സംഖ്യാ പുസ്തകത്തിന് മാത്രം മരുഭൂമിയിൽ എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അതൊരു പക്ഷെ ആ പുസ്തകത്തിന്റെ ഒരു ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ടിട്ടതായിരിക്കാം. മറ്റുള്ള പുസ്തകങ്ങളെല്ലാം മറ്റുള്ള ഭാഷയിലൊക്കെ പഞ്ചഗ്രന്ഥങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കുന്നത് അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ചരിത്രാതീത കാലഘട്ടം. ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യൻ പ്രോപ്പറായിട്ട് ഡ്രസ്സിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, തീ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് മനുഷ്യൻ പാലിയോലിത്തിക് എന്നും നിയോലിത്തിക് എന്നും ചാൽക്കോലിത്തിക് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആന്ത്രോപോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതിനൊക്കെ മുൻപുള്ള കാലഘട്ടം, അല്ലെങ്കിൽ മനുഷ്യൻ ഈ എവല്യൂഷന്റെ ഒക്കെ കാലഘട്ടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന, അല്ല നമ്മൾ കാണുന്നത് പോലെ സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ ഉള്ള രീതിയിൽ ഈ നോഹയും മെതൂശലേഹും ഒക്കെ ഒന്നും പ്രോപ്പറായിട്ട് വസ്ത്രം ധരിച്ചവർ പോലും ആകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരുപാട് പഴയ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നദീതീരങ്ങൾ തേടി, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെയൊക്കെയും കൂട്ടത്തിൽ വളർത്തിക്കൊണ്ടെങ്കിൽ അവയുടെ ഒപ്പം കിടന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്ന ഉൽപ്പത്തി പുസ്തകത്തിന് ആദ്യത്തെ 11 അധ്യായങ്ങൾ പറയുന്ന സംഭവങ്ങൾ. 12 മുതൽ 50 വരെ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളാണെന്ന് അറിയാം. അത് അവിടെ നമുക്ക് ചില ചരിത്രപരമായ സംഭവങ്ങൾ കൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്കറിയാം. ഒന്നാമത്തെ ചരിത്രപരമായ സംഭവങ്ങൾ ആരംഭിക്കുന്നത് അബ്രഹാം മുതലുള്ള കാര്യങ്ങളാണ് എന്നും നമുക്ക് കാണുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ്, ജോസഫ്, ഇത്രയും കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിന്റെ പിന്തുടർച്ചയായിട്ട് കുറച്ച് കാലഘട്ടത്തിന്റെ മിസ്സിങ് നമ്മൾ കാണുന്നുണ്ടെങ്കിലും, പുറപ്പാട് പുസ്തകത്തിൽ ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നതിനെ കുറിച്ചും അതിനുശേഷം ഇസ്രായേൽ ജനത അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ചും മോശയുടെ വിളിയെക്കുറിച്ചും പിന്നെ എക്സോഡസ്, ദ ഇൻസിഡൻസ് ഓഫ് എക്സോഡസ്, പുറപ്പാട് എന്ന് പറയുന്ന സംഭവം, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോശ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന സംഭവം കൂടി പിന്നീട് അവതരിപ്പിക്കുന്നു. പിന്നെ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. ആ മരുഭൂമിയിലൂടെ യാത്ര നടക്കുന്ന സമയത്ത് പലപ്പോഴും ദൈവം തമ്പുരാൻ മോശയെ വിളിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത കനാൻ നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ യാത്രയിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന പലതും പൗരോഹിത്യ കർമ്മങ്ങളെ കുറിച്ചാണ്. ഓരോരുത്തർ എന്തൊക്കെ കർമ്മങ്ങൾ നടത്തണമെന്നും എന്തൊക്കെ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഓരോ കാര്യങ്ങൾക്കും വരുത്തണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് 12 ഗോത്രങ്ങളിൽ ലേവ്യ ഗോത്രത്തിനായിരുന്നു പൗരോഹിത്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ആ ഗോത്രത്തോടുള്ള ഉപദേശങ്ങൾ എന്നുള്ള നിലയിലാണ് ലേവ്യ പുസ്തകം അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞുള്ള പുസ്തകം സംഖ്യാപുസ്തകം. സംഖ്യാപുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുസ്തകത്തിന്റെ ഇസ്രായേൽ ജനതയുടെ ഒരു സെൻസസ് എടുക്കുന്ന പുസ്തകം കൂടിയാണ് അതിൽ കാണിക്കുന്നത്. അതായത് കനാനിലേക്കുള്ള യാത്രാ മധ്യേ സംഭവിച്ച വിഷയങ്ങളും, അതുപോലെ തന്നെ അവരുടെ ജനത്തിന്റെ പിറുപുറത്ത് ദൈവിക ശിക്ഷണം, ദൈവിക കരുതലും നേർവഴി ആക്കലും തുടങ്ങിയ വിഷയങ്ങളും അവിടെ കാണുന്നുണ്ട്. ആ ഒരു അംഗസംഖ്യ സെൻസ് എടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായതുകൊണ്ട് അതിന് സംഖ്യ എന്ന പേര് കൊടുത്ത് വിളിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് രണ്ടാം നിയമം എന്ന പേരിലാണ് സെപ്റ്റുവജിന്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിയമാവർത്തനമെന്നും രണ്ടാം നിയമമെന്നും ഒക്കെ ഉള്ള പേരിൽ ഈ ആവർത്തന പുസ്തകം അറിയപ്പെടുന്നുണ്ട്. അതായത് പല കാര്യങ്ങളും പഴയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകത്തിൽ നടന്ന പല കാര്യങ്ങളും ഇവിടെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണും. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകത്തിൽ, അല്ലെങ്കിൽ മോശയുമായിട്ട് ബന്ധപ്പെട്ട, പുറപ്പാടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. 10 കൽപ്പനകൾ, പുറപ്പാട് പുസ്തകത്തിൽ കൊടുക്കുന്ന 10 കൽപ്പനകളുടെ ഒരു റെപ്പറ്റീഷനും ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പിന്നീട് വരുന്ന തോറ, ന്യായപ്രമാണത്തിന് ശേഷം വരുന്ന പുസ്തകങ്ങളുടെ ഒരു പേരാണ് നബി, പ്രവാചകന്മാർ എന്ന പേരിൽ വരുന്നുണ്ട്. പ്രവാചകന്മാർ തന്നെ പലതരത്തിലുള്ള പ്രവാചകന്മാരുണ്ട്. ആദ്യകാല പ്രവാചകന്മാരെന്നും പിൽക്കാല പ്രവാചകന്മാരെന്നും പറയുന്നുണ്ട്. ആദ്യകാല പ്രവാചകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എഴുതപ്പെടുന്നതിന് മുമ്പ്, പ്രവചനങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പുള്ള കാലം, അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള പുസ്തകത്തിൽ പ്രവചന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കാത്ത പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത ചില പ്രവാചകന്മാരെ കുറിച്ചാണ്, ആദ്യകാല പ്രവാചകന്മാർ, അല്ലെങ്കിൽ എവിടം വരെയുള്ളതാണ് എന്ന് യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ ആളുകൾക്ക് തൊട്ടു മുമ്പുള്ള ആളുകളുടെ കാര്യങ്ങൾ വരെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അവിടെ യോശുവയും ന്യായാധിപന്മാരും ശമൂവേലിന് 2 പുസ്തകങ്ങളും രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളും അവിടെ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, യോശുവ മോശയോടൊപ്പം എക്സോഡസിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പുറപ്പാടിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന വളരെ കുറച്ച് പേർ എന്ന് പറഞ്ഞാൽ 2 പേരിൽ ഒരാളാണ് യോശുവ. തുടങ്ങി അവസാനിപ്പിച്ചത് 2 പേര് മാത്രമാണെന്ന് ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നതിന് അതിൽ ഒരാളാണ് യോശുവ. യോശുവയുടെ പിന്നീട് കനാൻ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് യോശുവയുടെ സംഭവത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ യോശുവയുടെ സമയത്ത് യെറിഹോ മതിലുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം, അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നത്. പിന്നീട് വരുന്ന ന്യായാധിപന്മാരാണ്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല കഥകളുള്ള ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ന്യായാധിപന്മാരുടെ എണ്ണത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ശമൂവേലിന്റെ 1-ാം പുസ്തകം, ശമൂവേലിന്റെ 1-ാം പുസ്തകം ശമൂവേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശമൂവേലിന്റെ ബാല്യം മുതൽ മുമ്പോട്ടുള്ള ശമൂവേലിന്റെ വിളിയും കാര്യങ്ങളും ഒക്കെ ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലും. 2-ാം പുസ്തകത്തിൽ യെരുശലേമിനെ ഒരു രാഷ്ട്രീയ ഭരണത്തിന്റെ കേന്ദ്രമാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഭാഗമാണ് 2-ാമത്തെ ശമൂവേലിന്റെ പുസ്തകം അവതരിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെ വാഴിക്കലും കാര്യങ്ങളും ഒക്കെയാണ് 2-ാമത്തെ പുസ്തകത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ 2-ാമത്തെ ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള രീതിയിലാണ് രാജാക്കന്മാരുടെ പുസ്തകം വരുന്നത്. ദാവീദിന്റെ അവസാന കാലഘട്ടം മുതൽ ശലോമോന്റെയും തുടർന്നുള്ള രാജാക്കന്മാരുടെയും ഒക്കെ ഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെ 2 രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഏലിയ പ്രവാചകന്റെ അവസാന കാലഘട്ടം, ഒന്ന് രാജാക്കന്മാർ പുസ്തകത്തിലാണ് ഏലിയ പ്രവാചകന്റെ വരവിനെ കുറിച്ച് പറയുന്നത്. ആഹാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബാൽ പ്രവാചകന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഒക്കെ പറയുന്നത് 1-ാം രാജാക്കന്മാരിൽ. 2 രാജാക്കന്മാരിൽ ഏലിയാവിന്റെ പിൻഗാമിയായ ഏലിശായുടെ കാലഘട്ടത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പ്രത്യേകമായി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും അവിടെ യെഹൂവിന്റെ വിപ്ലവം, ഹോശിയ രാജാവിന്റെ കാലത്ത് അസീറിയൻ പടയുടെ ആക്രമണത്താൽ ഇസ്രായേലിന് വരുന്ന നാശം എന്നിവയും പ്രതിപാദിക്കുന്നു. ഹിസ്കിയാവിന്റെ നല്ല ഭരണം, യോശിയാവിന്റെ കാലത്തുണ്ടായ ശുദ്ധീകരണം, ബാബിലോൺ പ്രവാസം, യെരുശലേമിന്റെ നാശം എന്നിവയും ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന സംഭവങ്ങളാണ്. ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന് ശേഷമാണ് പിൽക്കാല പ്രവാചകന്മാർ എന്ന ഭാഗം വരുന്നത്. പിൽക്കാല പ്രവാചകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം അനുസരിച്ചാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ 2 ഗണങ്ങളുണ്ട്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് പറയുന്നുണ്ട്. അതിനകത്തിൽ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്, വലിയ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാരെന്നാണ്, അല്ലെങ്കിൽ വലിയ പ്രോമിനൻസ് കൂടുതലുള്ള പ്രവാചകന്മാർ എന്നല്ല. നമ്മൾ പല ആളുകൾക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. വലിയ പ്രവാചകന്മാർ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് അവർക്ക് എന്തോ ഇമ്പോർട്ടൻസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് അവരുടെ പുസ്തകങ്ങളുടെ വലിപ്പം കൊണ്ടാണ്. യെശയ്യാവ്, യിരെമ്യാവ്, യെഹസ്കേൽ എന്നീ 3 പുസ്തകങ്ങൾ അല്പം വലിയ പുസ്തകങ്ങളായതുകൊണ്ട് അവയെ വലിയ പ്രവാചകന്മാരെന്നും, മറ്റ് അതിനുശേഷമുള്ള പുസ്തകങ്ങൾ, അതായത് ഹോശിയ, യോവേൽ, ആമോസ് തുടങ്ങി മാലാഖി വരെയുള്ള പുസ്തകങ്ങളെ ചെറിയ പ്രവാചകന്മാർ എന്നും വിളിക്കുന്നുണ്ട്. മാനദണ്ഡത്തെ കുറിച്ച് പറയുന്നുണ്ട്. അധ്യായങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് പ്രവാചക പുസ്തകങ്ങൾക്ക് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും അവതരിപ്പിച്ചിരിക്കുന്നത്. 2-ാമത്തെ ചാപ്റ്ററിന് ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. പ്രവാചക ദൗത്യം. പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും ദൈവത്തിൽ നിന്നുമുള്ള സന്ദേശം സ്വീകരിച്ച് മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ തന്നെ കൂടുതലും വാണിംഗ് എന്നുള്ള രീതിയിലുള്ള ജോലിയാണ് അവർ ചെയ്തിരുന്നത്. മുന്നറിയിപ്പുകൾ, അതുപോലെ തന്നെ സദ്വാർത്തകൾ കൊടുക്കുന്ന പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശമൂവേലിനെ പോലെയൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട അനോയിന്റിങ്, പുതിയ ആളുകളെ
വാഴിക്കുന്ന രീതിയിലുള്ള ഉത്തരവാദിത്തമുള്ള പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ദൈവവചനം ഉദ്ഘോഷിച്ച വിദൂര ഭാവിയിലും അനധിവിദൂര ഭാവിയിലും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവചിക്കുക മാത്രമല്ല, സമകാലീന സംഭവങ്ങളെ പൊരുൾ അനുവാചകർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ദൈവാത്മാവുള്ള ദൈവിക പ്രവർത്തകരായിരുന്നു പ്രവാചകന്മാർ. അത് ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ ഫോർസീയിങ് നടത്തുന്നതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ആ സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു കൊടുക്കാനും പ്രവാചകന്മാർക്ക് സാധിച്ചിരുന്നു എന്നും അവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രവാചകന്മാരുടെ ദൗത്യമായും അവതരിപ്പിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു ഭാഗം എഴുത്തുകളാണ്. കെത്തുബീം എന്ന് പറഞ്ഞ ഭാഗം. കെത്തുബീം എന്ന് പറഞ്ഞ ഭാഗത്തിൽ തന്നെ പലതരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അത് നമ്മുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ വിശദീകരിക്കാം. ഒരു ഇയ്യോബിന്റെ പുസ്തകം 4 കഥാപാത്രങ്ങൾ 5 കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നാടകം പോലെയുള്ള രീതിയിലാണ്. അതിനകത്തിൽ ഒരാൾ പറയുന്ന ഡയലോഗുകൾ ഒറ്റയടിക്ക് മുഴുവൻ എഴുതിയിരിക്കുന്നു. പിന്നെ അതിന് മറുപടിയായി മറ്റൊരാൾ പറയുന്നു, അതിന് മറുപടിയായി വേറൊരാൾ പറയുന്നു. അങ്ങനെ ഒരു നാടകം പോകുന്ന പോലെ ഒരു നാടകമായിട്ട് ലിറ്ററേച്ചറായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടുകളായിട്ട് വരുന്ന പുസ്തകങ്ങളുണ്ട്, പദ്യങ്ങളായിട്ട് കവിതകളായിട്ട് വരുന്ന പുസ്തകങ്ങൾ നമുക്കറിയാം. അതിന്റെ സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും ഒക്കെ കവിതകളായിട്ട് ഉത്തമഗീത കവിതകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ. അതുകൊണ്ടാണ് അവയെ എഴുത്തുകൾ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതാണ്. വളരെ മനോഹരമായ ലിറ്റററി ആസ്പെക്റ്റുകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ കെത്തുബീമിൽ അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പഴയ നിയമ പുസ്തകങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിനെയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെയും അതുപോലെ ഈ എഴുത്തുകൾ ലിറ്ററേച്ചറിനെയും നമ്മൾ 3 ഭാഗമായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തതിനു ശേഷം വൈൻഡപ്പ് ചെയ്യും. കെത്തൂബി എന്ന് പറഞ്ഞത് പ്രവാചകന്മാർ ഒരു ബേസിലാണോ കെത്തൂബി? കെത്തുബീം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പുസ്തകം ആകണമെന്ന് തന്നെ നിർബന്ധമില്ല. ഇപ്പൊ തന്നെ ഇയ്യോബ് എന്ന് പറഞ്ഞ പുസ്തകം, അതിന്റെ ഓതർ ആരാണെന്നുള്ള ഒതന്റിക് സോഴ്സ് ഒന്നും നമുക്കില്ല. ഒരു കൺക്ലൂഷനിൽ നമുക്ക് അങ്ങ് എത്തിച്ചേരാമെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രവാചകനാകണം എന്നൊരു നിർബന്ധവും ഇല്ല. പിന്നെ ദാവീദാണ് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ദാവീദ് മാത്രമല്ല, രഘുപുത്രന്മാരുടെ സങ്കീർത്തനമുണ്ട്, അങ്ങനെ ശലോമോന്റെ ഉണ്ട്, മോശയുടെ ഉണ്ട്, പലരുടെയും സങ്കീർത്തനം. അതെല്ലാം പ്രവാചകന്മാരാവണം എന്നില്ല. കെത്തുബീം എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം ഓതറിനെ നോക്കിയല്ല കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ലിറ്റററി സ്റ്റൈൽ നോക്കിയാണ് അതിന് കെത്തുബീം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പം ലിറ്ററേച്ചർ എന്ന പേരിൽ നമ്മൾ കാണുന്ന ടൈപ്പ് പുസ്തകങ്ങളുണ്ടല്ലോ, കഥകൾ എന്ന് പറയാൻ പറ്റില്ല, കവിതകൾ, നാടകങ്ങൾ, അതുപോലെയുള്ള സാഹിത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ് കെത്തുബീം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കെത്തുബീം എന്ന് വിളിക്കുന്നത്. വിസ്ഡം ബുക്സ് അല്ലേ? വിസ്ഡം ബുക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ അതിനേക്കാൾ കുറച്ചുകൂടി ഒതന്റിക് ആയിട്ടുള്ളൊരു പേര് കെത്തുബീം എന്നാണ്. നമുക്ക് വേണമെങ്കിൽ വിസ്ഡം ബുക്സ് എന്നൊക്കെ അതിനെ അവതരിപ്പിക്കുക. കാരണം ഉത്തമഗീതം എന്ന് പറഞ്ഞൊരു ബുക്ക് വിസ്ഡം ബുക്സിനകത്ത് ഉൾപ്പെടുന്നതല്ല, പക്ഷെ കെത്തുബീമിൽ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്. പറഞ്ഞ കൂട്ടത്തിൽ ഈ 2 കാര്യം, ഒന്ന് സെപ്റ്റുവാഗിസ്റ്റ് പറഞ്ഞു, പിന്നെ മറ്റേ സെപ്റ്റുവാക്യന്റ് അല്ലേ? സെപ്റ്റുവജിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പരിഭാഷയാണ്. തിരുവഴുത്തുകളിലെ ഗ്രീക്ക് പരിഭാഷയ്ക്കാണ്. പരിഭാഷകളുടെ പേരൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഗ്രീക്ക് പരിഭാഷയ്ക്ക് സെപ്റ്റുവജിന്റ് എന്നും, ലാറ്റിൻ പരിഭാഷയ്ക്ക് വൾഗേറ്റ് എന്നും, സുറിയാനി പരിഭാഷയ്ക്ക് പെഷീത്ത എന്ന് പറയും. നമ്മൾ പരമാവധി പല നമ്മളുടെ സഭ ഉപയോഗിക്കുന്ന പല ട്രാൻസ്ലേഷൻസും ഉപയോഗിച്ചിരിക്കുന്ന പെഷീത്ത എന്ന് സുറിയാനി പരിഭാഷയിൽ നിന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കർത്താവ് ഉപയോഗിച്ച് വൾഗേറ്റ് ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല. സെപ്റ്റുവാഗിസ്റ്റും പിന്നെ കർത്താവ് വൾഗേറ്റ് ഉപയോഗിക്കാൻ സാധ്യതയില്ല. കാരണം സെപ്റ്റുവജിന്റ് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട്. കാരണം അന്ന് കുറച്ചും കൂടി ലിറ്ററേച്ചർ ഉണ്ടായിരുന്നത് ഗ്രീക്ക് ഭാഷയിലായിരുന്നു. നമുക്കറിയാം, പുതിയ നിയമം പലതും എഴുതപ്പെട്ടിരിക്കുന്നത് പോലും ഗ്രീക്ക് ഭാഷയിലായിരുന്നു. ഒരു പക്ഷേ കർത്താവ് പഠിച്ചത് സെപ്റ്റുവജിന്റ് ആയിരിക്കാം എന്ന് നമുക്ക് പറയാം.
പിന്നെ ഒരു മൂല്യഗ്രന്ഥം ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ചുരുളുകൾ ഉണ്ടല്ലോ, അത് എബ്രായ ഭാഷയല്ലേ? എബ്രായ ഭാഷയിലാണ്. കാരണം അന്ന് പഴയ നിയമ കാലഘട്ടം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളും ജീവിച്ചിരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ളതുമായ ഭാഷ ഹീബ്രു ആയിരുന്നതുകൊണ്ട് കൂടുതൽ എഴുത്തുകൾ 99% എഴുത്തുകളും ഹീബ്രു ഭാഷയിൽ തന്നെ ആയിരുന്നു. നല്ല ചോദ്യങ്ങളായിരുന്നു. മറ്റാർക്കെങ്കിലും? ക്വസ്റ്റ്യൻ, ഈ പഞ്ചഗ്രന്ഥങ്ങൾ മോശയാണ് എഴുതിയെന്ന് നമ്മള് 100% വിശ്വസിക്കുകയാണോ? അതെങ്ങനെയാ അതിന്റെ ആധികാരികത? ആധികാരികത ഇല്ല. ഒരു പുസ്തകത്തിന് പോലും ആധികാരികത ഇല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു പുസ്തകത്തിന് പോലും, പ്രത്യേകിച്ച് പഴയ നിയമ പുസ്തകങ്ങളിൽ, അത് നമ്മളിപ്പോ വിശ്വസിക്കുന്ന രീതിയിലുള്ള ആളാണ് എഴുതിയെന്നുള്ളതിന് ഒരു തെളിവില്ല. കാരണം യെശയ്യാവിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ ഒറ്റ നോട്ടത്തിൽ അതിന്റെ അധ്യായങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടാൽ ഒരാൾ എഴുതിയതാണെന്ന് തോന്നുമെങ്കിലും അത് 3 പേര് എഴുതിയതാണെന്നും അതിന്റെ ഓതർമാരെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് അതിനെ യെശയ്യാവ് ഒന്നാമനെന്നും രണ്ടാമനെന്നും മൂന്നാമനെന്നും ഉള്ള രീതി നമ്മൾ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ യോനായുടെ പുസ്തകം എഴുതിയത് യോനായാണെന്നുള്ളതിന് തെളിവില്ല. അതുപോലെ ശമൂവേലിന്റെ പുസ്തകം എഴുതിയത് ശമൂവേൽ ആവണം എന്നും നിർബന്ധമില്ല. അങ്ങനെ പല പുസ്തകങ്ങൾക്കും അങ്ങനെ ഒരു ഒത്തന്റിസിറ്റി ഇല്ല. കാരണം ഇപ്പൊ മോശ, പഞ്ചഗ്രന്ഥങ്ങളിൽ തന്നെ മോശയുടെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ട് നമുക്കത് മോശയാണ് മുഴുവനും എഴുതത് എന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. പക്ഷെ നമ്മള് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വചന പഠനത്തിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്നവർ എന്നുള്ള നിലയിൽ മോശ എഴുതി എന്ന് മനസ്സിലാക്കുക. പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് തിയോളജി പഠിക്കാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുള്ളവര് ഒരു സ്കോളാസ്റ്റിക് സ്റ്റഡീസ് ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാൻ പറ്റും. സെമിനാറിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു JEDP ഓരോ സോഴ്സസിനെ എനിക്കൊന്ന് നമുക്കത് പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. JEDP സോഴ്സസിനെ കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പഞ്ചഗ്രന്ഥങ്ങളിൽ ഓരോ സോഴ്സ് ഏതൊക്കെ രീതിയിലുള്ള സോഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് അത് എന്തിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഒക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നമുക്ക് പഠിക്കാൻ അതിന്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ വരുന്ന സമയത്ത് പഠിക്കും. പക്ഷെ നമ്മളൊരു തുടക്കക്കാരെന്നുള്ള നിലയിൽ മോശ എഴുതി എന്ന് കംപ്ലീറ്റ് അടങ്ങ് നമ്മളെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 2 ഭാഗത്തും 2 രീതിയിലുള്ള ലിറ്ററേച്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5-6 അധ്യായങ്ങൾ വെറും കഥയാണ്. രണ്ടാമത്തെ ഭാഗം മുഴുവനും ദർശനങ്ങളെ കുറിച്ചുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ്. അത് രണ്ടും ഒരാൾ തന്നെയാണ് എഴുതിയെന്നുള്ളതിന് വളരെ പ്രയാസമാണ് നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ ഒരു പുസ്തകത്തിന് പോലും ആധികാരികത ഇല്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്നു, നമ്മളങ്ങ് വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഒരു സാധ്യത ഉണ്ടാകാൻ ഉള്ളത്, പല ആളുകൾ കൂടി എഴുതിയ പുസ്തകം ആളുകളുടെ ഇടയിൽ എത്തണമെങ്കിൽ പ്രൂവനന്റ് ആയിട്ടുള്ള ഒരാളുടെ പേര് ഓതറായിട്ട് വെച്ചാൽ ആളുകളുടെ ഇടയിലേക്ക് എത്തുമെന്നും ആളുകൾ വിശ്വസിക്കുമെന്നും അല്ലെങ്കിൽ ആളുകൾ വായിക്കുമെന്നും തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ ചിലപ്പോൾ മോശയുടെ പേര് ചേർത്തതാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാർ, ദാനിയേലാണെങ്കിലും യെശയ്യാവാണെങ്കിലും ഒക്കെ ചേർത്തതിന്റെ കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ആയിരിക്കാം. Thank you, for the detailed explanation. Thank you. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ വേറെ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മോശ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളുടെ ഓതർ ആരാണെങ്കിലും ഇന്ന് ഞാൻ ഉൽപ്പത്തി 1-ാം അധ്യായം എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി എന്ന് മുകളിൽ ഹെഡിങ് എഴുതിയിട്ട് 1-ാം അധ്യായം 1-ാം വാക്യം എന്ന് പറഞ്ഞാൽ ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ കാണുന്ന പോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എഴുതി എന്നൊരിക്കലും വിശ്വസിക്കരുത്, വിചാരിക്കുകയും ചെയ്തത് അങ്ങനെയല്ല. പുതിയ നിയമം പോലും എഴുതിയത് അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും അല്ല. അതൊരു വലിയ ഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ലെറ്റർ ആയിട്ട് അവരങ്ങ് എഴുതി വെച്ചു. പിന്നീട്
പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ടൊക്കെ വന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ചില അധ്യായങ്ങൾ പോലും തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയാ. ചില അധ്യായങ്ങളുടെ അവസാനവും പുതിയ അധ്യായങ്ങളുടെ തുടക്കവും ചിലപ്പോൾ ചില പുസ്തകങ്ങൾ തന്നെ അങ്ങനെയുണ്ട്. നിങ്ങൾ ഒന്ന് വായിക്കുവാണെങ്കിൽ മനസ്സിലാകും. 2 ദിനവൃത്താന്തം അവസാനിക്കുന്നതും എസ്രായുടെ പുസ്തകം ആരംഭിക്കുന്നതും ഒരുപോലെ. ഒരു പാരഗ്രാഫ് തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ, സങ്കീർത്തനങ്ങൾ തന്നെ 2 പുസ്തകങ്ങൾ 2 അധ്യായങ്ങൾ ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം പിന്നീട് നമ്മുടെ ഒരു വായനക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ആണ് ഈ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും തിരിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Anyways, thank you for your questions. We have only 7 more minutes. അതിന് മുമ്പ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഈ ഇത്രയൊക്കെ ഇത്രയും പഠിച്ചത് തന്നെ നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ചില പുതിയ പഠിപ്പീരുകാരൊക്കെ ഉണ്ടായിരുന്നു. ഈ പഴയ നിയമം വേണ്ട, പുതിയ നിയമം മതി എന്നൊക്കെ പറഞ്ഞ് കുറെ ചില പാർട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ശരിയായ ഉത്തരം തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് ആരും അത് അങ്ങനെയും വിചാരിക്കരുത് കേട്ടോ. ഇനിയും ഒരുപാട് പഴയ നിയമത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ അജ്ഞതയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാം എന്നൊരിക്കലും വിചാരിക്കരുത്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം. വേദപുസ്തകം എനിക്കറിയാം എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിനകത്തിൽ ഒരുപാട് ഈ പുഴുക്കുത്തുകൾ ഉണ്ടാകാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് ബൈബിളിന്റെ അവസാന വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുമ്പോഴാണ് തെറ്റുണ്ടാവുന്നത്. പിന്നീട് ഞാൻ ഒരു കാര്യം കൂടി പെട്ടെന്ന് സാന്ദർഭികവശം നമ്മുടെ വിഷയമായിട്ടേ ബന്ധമില്ലാത്തൊരു കാര്യമാണ്, ഒരു പ്രാക്ടിക്കൽ നോളജിന് വേണ്ടി പറയുകയാണ്. നമ്മൾ വേദപുസ്തകത്തെ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ടും നമ്മളുടെ ആരാധനയിലൂടെയാണ്. ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് വേദപുസ്തകത്തോടൊപ്പം തന്നെ നമ്മുടെ ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ പലപ്പോഴും പ്രവീൺ സെതറായെന്നും പാട്ടുകളെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്, വേദപുസ്തകത്തെ മനസ്സിലാക്കാൻ കുറച്ചും കൂടി സഹായിക്കുന്നത് നമ്മുടെ ആരാധനയാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പറയണ, പൗരോഹിത്യത്തെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹരോൻ മോശയോട് ഒന്നിച്ചെന്നുള്ള പാട്ട് നമ്മൾ വായിക്കുമ്പം അത് എവിടം മുതൽ എവിടം വരെയാണ് ഈ പൗരോഹിത്യം പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതും അത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ പാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളൊരു കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാണ്. നമ്മുടെ വിശ്വാസവുമായിട്ടും നമ്മുടെ പിതാക്കന്മാരെ പഠിപ്പിക്കലുമായിട്ടും നമ്മുടെ ആചാരങ്ങളുമായിട്ടും നമ്മുടെ ലിറ്റർജിയുമായിട്ടും വേദപുസ്തകവുമായിട്ടും ഒക്കെ ഉള്ള ഒരു ബന്ധം നമുക്കുണ്ട്. അല്ലാതെ വേദപുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ലിറ്ററലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങളും അപകടങ്ങളും സംഭവിക്കും. നമുക്കത് മൈൻഡ് അടുത്ത ക്ലാസ് തുടങ്ങാനുള്ള സമയമായി. താങ്ക് യു. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ പേഴ്സണലായിട്ടാണെങ്കിലും ചോദിക്കുക. അടുത്ത ആഴ്ച ഞാനത് ഷെയർ ചെയ്യാം. എന്തായാലും ആരാ ചോദിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല. ചോദിച്ച ആൾ ആരാണെങ്കിലും വളരെ സന്തോഷം. അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അടുത്ത ആഴ്ച മുതൽ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ അത് ചോദ്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രായ ഞങ്ങളെ മറച്ചുകൊള്ളണം. എന്റെ കുട്ടികളായും ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നിരവധി എല്ലാ സമയത്തിന്റെ തിരിച്ചറിവിന്റെ ഞങ്ങൾ മറിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസം നാം എല്ലാവരുടെ മേലും പ്രത്യേകാല ശുശ്രൂഷ നമ്മോടൊപ്പം ആയിരിക്കും സകല സഹോദരി സഹോദരങ്ങളുടെ മേലും നമ്മുടെ എല്ലാ ഇടവകളുടെ മേലും ബന്ധുമിത്രാധികങ്ങളും ദൂരെയും ശാരീരമായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. Thank you, Akshay.